ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുൽ സാറാണ്. നമ്മൾ വന്നിരിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുമായിട്ടാണ് പൊളിറ്റിക്കൽ സയൻസിലെ. ഓക്കെ, അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യൻ യൂണിയൻ ഡു നോട്ട് ഹാവ് ഐഡന്റിറ്റിക്കൽ പവേഴ്സ് ജസ്റ്റിഫൈ എന്നാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത് അല്ലേ. ഇന്ത്യൻ യൂണിയനിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ അധികാരമല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഓരോ സ്റ്റേറ്റിനും മോർ പവേഴ്സ് ഉണ്ടാവും. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ചില സ്റ്റേറ്റുകൾക്ക് ചില എന്തുണ്ട് സ്പെഷ്യൽ പവേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. സം സ്റ്റേറ്റ്സ് ലൈക്ക് ജമ്മു ആൻഡ് കാശ്മീർ, ഇന്ത്യയിൽ നമുക്ക് കാണാൻ ജമ്മു കാശ്മീർ പോലുള്ള സ്റ്റേറ്റ്സിന് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ പ്രൊവിഷൻസും അവിടെ അപ്ലിക്കബിൾ ആവണമെന്നില്ല. അവിടുത്തെ സ്റ്റേറ്റ് അസംബ്ലിയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ചില എന്താ പറയുക ചില പ്രൊപ്പോസൽസ് ആണെങ്കിലും ചില പ്രൊവിഷൻസ് ആണെങ്കിലും അപ്ലിക്കബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യയിൽ കേരളത്തിൽ താമസിക്കുന്ന എനിക്ക് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ പോയി ലാൻഡ് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും അല്ലേ. ബട്ട് ഈ പറയുന്ന ഈ സ്പെഷ്യൽ പവേഴ്സ് ഉള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഈ സ്റ്റേറ്റുകൾ അത് പോസിബിൾ അല്ല. ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള സ്റ്റേറ്റുകളിൽ എന്ത് വാങ്ങാൻ പറ്റുള്ളൂ, ഇത്തരത്തിൽ ലാൻഡൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ മാത്രമല്ല, ലോട്ട്സ് ഓഫ് സ്റ്റേറ്റ്സ് ലൈക്ക് ഇത്തരത്തിൽ എന്തുണ്ട് സ്പെഷ്യൽ പവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി അതിന് കുറേ റീസൺ ഉണ്ടായിരുന്നു, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളതും ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ എത്നിക്കൽ ആയിട്ടുള്ള ചില റീസൺസ് ഒക്കെ ഇതിന് ബിഹൈൻഡ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് വന്നിട്ടുണ്ട്, ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്നല്ല, ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ആസ് പെർ യുവർ സിലബസ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ തൽക്കാലം ഇതിലുള്ള പോലെ പഠിച്ചു പോവാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. ദ ഷെയറിംഗ് ഓഫ് പവർ ബിറ്റ്വീൻ ദ യൂണിയൻ ഗവൺമെന്റ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് ബേസിക് ടു ദ സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എക്സ്പ്ലെയിൻ. യെസ്, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പവർ ഷെയർ ചെയ്യാന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ബേസിക് സ്ട്രക്ചറാണ്. എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് ഒന്നും യൂണിലിറ്ററലി, ദാറ്റ് മീൻസ് ഒറ്റയ്ക്ക് ഒരു സഭയ്ക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് കൊണ്ടുവരാൻ പറ്റൂല, മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റൂല. ഓക്കെ, അങ്ങനെയുള്ള ചേഞ്ചസ് എന്ത് ചെയ്യണം, ബോത്ത് ലെവൽ ഓഫ് ഗവൺമെന്റിന്റെയും കൺസെന്റോട് കൂടി മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഫണ്ടമെന്റൽ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാണെങ്കിൽ തന്നെ എന്ത് വേണം, ഫസ്റ്റ് എവിടെ പാസ്സാവണം, ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റിൽ എന്ത് ചെയ്യണം, പാസ്സാവണം. 2/3 മെജോറിറ്റിയോട് കൂടിയായിരിക്കണം പാസ്സാവേണ്ടത്. അതുപോലെ നമുക്ക് കാണാൻ പറ്റും ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ടോട്ടൽ അറ്റ്ലീസ്റ്റ് ടോട്ടൽ സ്റ്റേറ്റ്സിന്റെ ഹാഫ് ഓഫ് ദ മെമ്പേഴ്സ് എന്ത് ചെയ്തിരിക്കണം, അപ്രൂവ് ചെയ്തിരിക്കണം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കൃത്യമായിട്ടും പറയുന്നുണ്ട്. ദെൻ ഇറ്റ് ഹാസ് ടു റാറ്റിഫൈഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഓഫ് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ ടോട്ടൽ സ്റ്റേറ്റ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് ഒന്നും ഒരു ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനോ ഒറ്റയ്ക്ക് യൂണിലിറ്ററലി എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ഒരു പവർ ഷെയറിങ്ങിന്റെ സ്ട്രക്ചർ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി ഉറപ്പ് വരുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ 4 ഫീച്ചേഴ്സ് ഓഫ് ദ ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഈ ഒരു കീ ഫീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും. ദ പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ സെൻട്രൽ അതോറിറ്റി ആൻഡ് ഇറ്റ്സ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂവന്റ് യൂണിറ്റ്സ് ലൈക്ക് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്ത് ചെയ്യുക പ്രൊവിഷൻസിലേക്കൊക്കെ എന്ത് ചെയ്യും, പവർ ഷെയർ ചെയ്യും അല്ലേ. സെൻട്രൽ അതോറിറ്റി, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ വേരിയസ് യൂണിറ്റ്സിലേക്ക് എന്ത് ചെയ്യും, പവർ ഷെയർ ചെയ്യും. ഇത് ഫെഡറലിസത്തിന്റെ ഒരു കീ ഫീച്ചർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പവർ ഷെയർ ബിറ്റ്വീൻ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ്. ഓക്കെ, then different types of government govern the same citizen. That means local self government ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഗവേൺ ചെയ്യുന്നത് ആര് തന്നെയാണ്, നമ്മൾ തന്നെയാണ്. സെയിം സിറ്റിസൺ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഗവേൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ദ ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് ഓഫ് ദ ഗവൺമെന്റ് കനോട്ട് യൂണിലേറ്ററലി ചേഞ്ച് ബൈ വൺ ലെവൽ ഓഫ് ഗവൺമെന്റ്. നമ്മൾ തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഒരു ലെവൽ ഓഫ് ഗവൺമെന്റിന് ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് ഒന്നും, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റില്ല. ബോത്ത് ലെവൽ ഓഫ് ഗവൺമെന്റ് എന്ത് വേണം, കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ദെൻ ദ ലാസ്റ്റ് പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇറ്റ് ഹാസ് ഡുവൽ ഒബ്ജക്റ്റീവ്. 2 ഒബ്ജക്റ്റീവ് ആണ് ഇതിനുള്ളത്, നമ്മുടെ ഈ പറയുന്ന ഫെഡറലിസത്തിനുള്ളത്. എന്തൊക്കെയാണ്? ടു സേഫ് ഗാർഡ് ആൻഡ് പ്രൊമോട്ട് ദി യൂണിറ്റി ഓഫ് ദ കൺട്രി. രാജ്യത്തിന്റെ എന്ത് ചെയ്യണം, യൂണിറ്റി എന്ത് ചെയ്യണം, സംരക്ഷിക്കണം, അതിനെ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം, പ്രൊമോട്ട് ചെയ്യണം, സേഫ് ഗാർഡ് ചെയ്യണം. അതുപോലെ തന്നെ ആൻഡ് ടു ഓൾസോ ടു അക്കോമഡേറ്റ് ദ റീജിയണൽ ഡൈവേഴ്സിറ്റി. ലൈക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ റീജിയണൽ ഡൈവേഴ്സിറ്റിയിൽ നമ്മൾ ഡൈവേഴ്സിറ്റിയുടെ ഒരു നാഷനാണ്. അതുകൊണ്ട് തന്നെ ഈ റീജിയണൽ ഡൈവേഴ്സിറ്റി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ ബെൽജിയം, ശ്രീലങ്ക പോലുള്ള എക്സാമ്പിൾസ് ഒക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ പവർ ഷെയറിംഗിൽ പഠിച്ചത് ഓർമ്മയില്ലേ മക്കള്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ബെൽജിയത്തിന് അവിടുത്തെ റീജിയണൽ ഡൈവേഴ്സിറ്റി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ എത്നിക് ഡൈവേഴ്സിറ്റി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് ആർക്ക് പറ്റിയിരുന്നില്ല, ശ്രീലങ്കയ്ക്ക് പറ്റിയിരുന്നില്ല അല്ലേ. അപ്പൊ നമ്മുടെ ഫെഡറലിസത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
തന്നെ അക്കോമഡേറ്റ് ദ റീജിയണൽ ഡൈവേഴ്സിറ്റി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസും 4 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് 10 മാർക്ക് യു സ്കോർഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 മാർക്ക് നിങ്ങൾക്ക് ഇതിലൂടെ സ്കോർ ചെയ്യാൻ പറ്റും. വിത്തിൻ 5 മിനിറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? 10 മാർക്ക് സ്കോർ ചെയ്യുന്നത് അല്ലേ? ഇനി അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഇതിന്റെ ആൻസർ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടാ. ഹു ഹാസ് ദ പവർ ടു മേക്ക് ലോസ് ഓൺ ദ റെസിഡറി സബ്ജക്ട്? റെസിഡറി സബ്ജക്റ്റിൽ ആർക്കാണ് ലോ മേക്കാൻ പറ്റുക? യൂണിയൻ ഗവൺമെന്റിനാണോ, സ്റ്റേറ്റ് ഗവൺമെന്റിനാണോ, സുപ്രീം കോർട്ടിനാണോ, അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോ? ആർക്കും അല്ലേ? ഓക്കെ, ഇതിന്റെ ആൻസർ മക്കൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ കാര്യങ്ങൾ കൂടി കമന്റ് ബോക്സിലൂടെ അറിയുക. അതുപോലെ തന്നെ സ്റ്റിൽ നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറിൽ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. താങ്ക് യു ഓൾ. ബൈ.